നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ നമ്മളെ തേടി എത്തിയിട്ടുള്ളത് അത് ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വന്താനം മെഡിക്കൽ കോളേജിലെ കുട്ടികൾ മരിച്ച 5 കുട്ടികളാണ് ആക്സിഡന്റിൽ മരിച്ചിട്ടുള്ളത്. KSRTC ബസ്സും തവേരയും തമ്മിൽ ആക്സിഡന്റ് ആയിട്ടാണ് ആ കുട്ടികൾ മരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് അതിന്റെ ന്യൂസ് ഒന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ന്യൂസ് ഒന്ന് കേട്ടോക്കൂ. ആലപ്പുഴയിൽ 5 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് കേരളമുള്ളത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ ദേവാനന്ദൻ, മുഹമ്മദ് ഇബ്രാഹിം, ആയുഷ് ഷാജി, ശ്രീദേവ് വത്സൻ, മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചത്. 6 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 പേർ ICUവിലാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളോട് വന്നപ്പോൾ മരിച്ച വിദ്യാർത്ഥിയെ ദേവാനന്ദിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തിയിരുന്നു. അവരോട് അറിയിച്ചിരിക്കുന്നത് 8 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 2 ടീമുകളിലായിട്ട് എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക, അതിനുശേഷം ക്യാമ്പസിൽ തന്നെ പൊതുദർശനത്തിന് വെക്കുക. പിന്നീടാണ് ഇവരുടെ നാടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. ആലപ്പുഴ സ്വദേശിയായ ആയുഷ് ഷാജിയും അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശിയായ ശ്രീദീപ്, മലപ്പുറം സ്വദേശിയായ ദേവാനന്ദ്, അതോടൊപ്പം തന്നെ കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം എന്നീ വിദ്യാർത്ഥികളാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങിയത്. ഇനി 6 പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പക്ഷേ ദേവാനന്ദിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തിയിരുന്നു. അവർ കോട്ടയത്തുള്ളവരായിരുന്നു. അവരിവിടെ എത്തിയിരുന്നു. അങ്ങനെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിച്ചപ്പോൾ 11 മണിയോട് കൂടിയാണ് തങ്ങൾ ഈ വിവരം അറിഞ്ഞത്. രാത്രി 11 മണിക്കാണ് വിവരം അറിഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അതുപോലെ ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഈ കുടുംബങ്ങൾ വരാനുണ്ട്. അവരെ എത്രയും വേഗം എത്തിക്കുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ ദുഃഖകരമായൊരു സംഭവം ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിവൈകാരികമായൊരു സ്ഥിതിവിശേഷമാണ്. കാരണം 5 വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിന് നഷ്ടമായിരിക്കുന്നത്. 3 വിദ്യാർത്ഥികൾ ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 3 വിദ്യാർത്ഥികളുടെ ചികിത്സകൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഒരാളുടെ ശസ്ത്രക്രിയ ഇന്നലെ കഴിഞ്ഞു. 3 പേർ ഇപ്പോൾ ICUവിൽ തന്നെയാണ് ഉള്ളത്. അതിൽ 2 പേരുടെ നില പ്രശ്നമില്ല എന്നുള്ളതാണ്. അതായത് 6 പേരിൽ ബാക്കി 3 പേരുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി തുടങ്ങാനുള്ളത്. അത് 8 മണിയോടുകൂടി തുടങ്ങും എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിലെ 11 പേരടങ്ങുന്ന ആളുകളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് അവർ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്, സിനിമക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടില്ല. ന്യൂസുകളിലൊക്കെ പറയുന്നത്, ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് സിനിമക്ക് പോവുകയായിരുന്നു, ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു എന്ന്. ഈ വണ്ടി അവർ റെന്റിനെടുത്ത വണ്ടിയായിരുന്നു. ആ റെന്റിനെടുത്ത വണ്ടിയുടെ ഓണർ തന്നെ പറയുന്നത് അവർ സിനിമക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തന്റെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങിച്ചത്. കണ്ണൂർ സ്വദേശിയായ ഒരു കുട്ടിയുടെ പരിചയത്തിന്റെ പേരിലാണ് അവർക്ക് വാഹനം കൊടുത്തത് എന്നും പറയുന്നുണ്ട്. 11 പേരടങ്ങുന്ന കുട്ടികളാണ്, വന്താനം മെഡിക്കൽ കോളേജിലെ പഠിക്കുന്ന 11 പേരടങ്ങുന്ന കുട്ടികളാണ് ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതിലെ 5 പേര് മരിച്ചു എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ആദ്യം തന്നെ ആ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം നമ്മൾക്കൊക്കെ മക്കളുണ്ട്. ഇതുപോലെ വല്ല കോളേജുകളിലും പോയി പഠിക്കുമ്പോൾ കൂടുതൽ ആളുകളുമായിട്ട് ഓവർലോഡ് എന്ന് പറയാൻ കഴിയില്ല. സാധാരണ ഈ പറയുന്ന തവേര എന്ന് പറയുന്നതിൽ 10 പേരാണ് പാസഞ്ചേഴ്സ് ആയിട്ട് ലിമിറ്റ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവർ 11 പേര് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളൊക്കെ നമ്മൾ എക്സ്ട്രാ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. കാരണം മറ്റൊരു വണ്ടി വിളിക്കുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ ചെലവുകളോ കാര്യങ്ങളോ ആലോചിച്ചുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ ഒരാളോ രണ്ടാളൊക്കെ ഏറെണ്ടയിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇന്നലത്തെ മഴയും അതുമായി റോഡിൽ വാഹനം തെന്നിപ്പോയതുമായുള്ള കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും KSRTCയുടെ സൈഡിലൂടെ തന്നെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവര് ബ്രേക്ക് ചവിട്ടിയിട്ടും വണ്ടി സ്കിഡായി പോയിട്ട് KSRTCയുടെ മുൻപിൽ പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ CCTV കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും KSRTC ഡ്രൈവർ ഈ ഒരു വിഷയത്തിൽ KSRTC ഡ്രൈവർ കൂടെ പ്രതികരിക്കുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ എന്താ സംഭവിച്ചത്? ആ ബസ് കാർ ഓവർടേക്ക് ചെയ്ത് എങ്ങനെ വന്നാണോ? എന്താ അപകടത്തിന്? ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് വന്നേ. നല്ല മഴയുണ്ടായിരുന്നു. മഴയുണ്ട്. വണ്ടി ഓവർടേക്ക് ചെയ്ത് ഞാൻ കണ്ട് ഞാൻ ചവിട്ടിയപ്പോൾ ഈ വണ്ടി പെട്ടെന്ന് തന്നെ റൈറ്റിലോട്ട് ഈ വണ്ടി തിരിഞ്ഞത്. നേരെ ഒരു സൈഡും ഉണ്ട്, സ്ട്രെയിറ്റ് ഓടി വന്നതല്ല, സൈഡോട് നേരെ നമ്മുടെ വണ്ടിയുടെ നേരെ വരും. ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ചവിട്ടി. അതിന് മുമ്പ് ഒരു 2-3 സെക്കൻഡ് ആയാലും വണ്ടി കയറിഞ്ഞ് വന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ചവിട്ടാനേ പറ്റത്തുള്ളൂ. ഇച്ചിരി ഇടത്തോട്ട് പിടിച്ച് ചവിട്ടി. അത് നേരെ അകത്തോട്ട് അടിയിലോട്ട് വന്ന് കയറി. ആ ഇടത് സൈഡ് 2 ഡോറും ആ ഭാഗമായിട്ട് വന്ന് കയറി. ഓവർ സ്പീഡ് എങ്ങനെയായിരുന്നോ? സ്പീഡുണ്ട് വണ്ടിക്ക്. ഓവർ സ്പീഡ് നല്ല വെള്ളമയമുണ്ട്. ഓവർ സ്പീഡ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അതല്ല അത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരത്തില്ല വണ്ടി. ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴും ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് കയറുമെന്ന് തോന്നി? ആ രീതിയിലാണോ വന്നത്? ഇല്ല, തിരിച്ച് പിടിക്കുമെന്ന് തോന്നി. പക്ഷേ തിരിച്ചവർ പിടിച്ചില്ല. ആ ഒന്നെങ്കിലും ബ്രേക്ക് ചെയ്ത് കാണും. ആ സ്കിഡായി കയറിഞ്ഞ് വന്നു. അതിനുള്ള സമയമുണ്ട്, തിരിച്ച് പിടിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ ഇച്ചിരി അകന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ അത് തിരിച്ച് പിടിച്ചില്ല. വണ്ടി അത് ചവിട്ടി കൂടുതൽ സ്കിഡായി നമ്മുടെ വണ്ടി അടിച്ച് ഇറങ്ങി വന്ന് കയറിയത്. നമുക്ക് കാണാൻ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കണ്ട് നമ്മൾ ചവിട്ടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കയറി പോകണ കാര്യമുണ്ട്. പക്ഷേ അവർ പോയില്ല.
ചേട്ടനെ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ബ്രേക്ക് ചെയ്ത് വന്ന് ഇടിച്ച ആകാതെ ഒന്ന് മേലോട്ട് എണീച്ച് വന്നിട്ട് താഴോട്ട് ആ സീറ്റിൻ്റെ ഈ സൈഡിലാണ് ഇടിച്ചത്, ഇവിടെ എല്ല് ഭാഗത്ത് ഇടിച്ചത്. അതുകൊണ്ട് അവിടെ മരുന്ന് തന്നു. ഇപ്പം വേന കുറവുണ്ട്, നല്ല ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. ബസ്സിലെ യാത്രക്കാരുടെ അവസ്ഥ? യാത്രക്കാർക്ക് 2-3 പേർക്കുണ്ടായിരുന്നു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇടിച്ചതും ചവിട്ടിയുള്ള ഒരു ആഘാതത്തിൽ ബാക്കിലിരുന്നവരെ ഫ്രണ്ടിൽ നിന്ന് 2 പേരും അത്യാവശ്യം ശ്രദ്ധിക്കാതിരുന്നവർക്കെല്ലാം പറ്റി. അല്ല ബാക്കിയുള്ള കുഴപ്പമില്ല, സീറ്റിംഗ് അടുത്ത ആളുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് ഡ്രൈവർ പറയുന്നുണ്ട് ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്താണ് എന്നുള്ളത്. ആ CCTVയിലും വളരെ കൃത്യമായിട്ട് അത് കാണുന്നുണ്ട്. മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് KSRTC വരികയും പിന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വണ്ടി KSRTCയുടെ മുൻപിലോട്ട് പോയിട്ട് KSRTCയിൽ പോയി ഇടിക്കുന്നതും വളരെ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഒരിക്കലും ഇതിൽ KSRTC ഡ്രൈവറെ നമ്മൾ പഴി ചാരാനോ അല്ലെങ്കിൽ അയാളെ കുറ്റം പറയാനോ കഴിയില്ല. കാരണം അയാളുടെ പരമാവധി ഒതുക്കിയിട്ട് തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത്. ഇവർ ഓവർടേക്ക് ചെയ്ത് പോയി അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു 5 കുട്ടികളുടെ മരണത്തിന് കാരണമാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ റോഡിലെ മഴ കാരണം അവർക്ക് ബ്രേക്ക് ചവിട്ടിയപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. എത്ര 2012-14 മോഡൽ വണ്ടിയൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം കാലപ്പഴക്കം ചെന്ന ഒരു വണ്ടി കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതിരുന്നതും ഈ ഒരു അപകടത്തിന് കാരണമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മുടെ നാടുകളിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപകടങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി മറ്റു ഭാഗത്തേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മറ്റു വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ 5 കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ വന്താനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടികളുടെ കുടുംബത്തിന് ഇതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.